അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ 8 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഒരു സലഫികൾക്ക് മുജാഹിദുകൾക്ക് എതിരായിരിക്കുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് എതിരാണ്. ഈ നേർച്ചകൾ, ആനകൾ, കൊട്ടലും മുട്ടലും വാദ്യങ്ങളും മേളങ്ങളും അതുപോലെയുള്ള സ്ത്രീ പുരുഷന്മാർ കലരുകയും പണമുണ്ടാക്കാൻ വേണ്ടി നേർച്ചപ്പെട്ടി വെച്ച് അതുപോലെയുള്ള കൊടി ഉയർത്തി ഇതുപോലെയുള്ള കാര്യങ്ങൾ, അനാചാരങ്ങളാണ് ഒരുപാട് ഉസ്താദ് പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം. അവിടെ പറഞ്ഞത് അദ്ദേഹം, ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളെ എതിർത്തവനാണ്. എതിർത്തത് കൊണ്ട് തിരൂരിൽ ചെയ്യുന്നതായിരിക്കുന്ന നേർച്ച, വർഷം തോറും ചെയ്യുന്ന നേർച്ച, ആ നേർച്ചയിൽ കൊട്ടലും മുട്ടലും ഒരുപാട് ആനകളും അതുപോലെയുള്ള ഉത്സവം തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ലാത്ത ഇതര സമുദായക്കാർ ചെയ്യുന്ന ഉത്സവത്തിന് ശരിയായ രീതിയിലുള്ള, അവരും ഇതര സമുദായക്കാരും മുസ്ലിമുകളും എല്ലാം ചേർന്നുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത്, അവിടെ മഖ്ബറയുള്ളതാണ്, ആ സ്ഥലത്ത് ചെയ്യുന്ന, ആ പരിസരത്ത് ചെയ്യുന്ന, പള്ളിയുടെ പരിസരത്ത് ചെയ്യുന്നതും, ആനകൾ വന്ന് അവിടെ നമസ്കാരമിടുന്നതും പള്ളിയിലേക്ക്, ഇതെല്ലാം മൊത്തത്തിൽ ഈ കാര്യത്തിന് ഞാൻ അവിടെ സംസാരിച്ചതിന് ശേഷം അവിടെ നടന്നിട്ടില്ല, അതവിടെ ചെയ്തിട്ടില്ല, അതവിടെ നിർത്തിയിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. ആ ഉസ്താദ് പറഞ്ഞതിന് മറുപടിയായി ഇവിടെ നിങ്ങൾക്ക് 2024 എന്ന് പറഞ്ഞാൽ ഇതേ വർഷമല്ലേ, ഈ വർഷത്തിന് 3 മാസത്തിന് മുമ്പ് അവിടെ നടന്നതായിരിക്കുന്ന ആ ഒരു ഉത്സവം നിങ്ങൾക്ക് കാണാം. ആദ്യം നിങ്ങൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്ന ആ ഒരു കാര്യം, അദ്ദേഹം അവിടെ നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് തന്നെ കേൾക്കാം. അത് കേട്ടതിന് ശേഷം ആ ഉത്സവം കാണാം. ഇത് 2024 നടന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ എവിടെയും നിർത്തിയിട്ടില്ല, എവിടെയും നിർത്താൻ സമ്മതിച്ചിട്ടുമില്ല, ഇവർ നിർത്താൻ ഉത്സാഹിച്ചിട്ടുമില്ല. എവിടെയെങ്കിലും മൈക്ക് കിട്ടിയാൽ സംസാരിക്കുന്നു എന്ന് മാത്രമാണ്. സ്റ്റേജും മൈക്കവും ഇവരെ കൊണ്ടുവരാനുള്ള തക്ബീർ മാത്രമാണ് ഇവർക്ക് വേണ്ടത്. പിന്നെ അവസാനം അവിടുന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ കിട്ടാനുള്ള തുകയും, ഇത്ര മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളത്. ദീനിനെ നേരെയാക്കാനോ ദീനിനെ ശരിയാക്കാനുള്ള ഒരു ഉത്സാഹവും അവർക്ക് അതിന്റെ കടപ്പാടും ഇല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. എവിടെയും നേർച്ച, ഇതുപോലെയുള്ള കൊട്ടലും മുട്ടലും വാദ്യങ്ങളും മേളങ്ങളും വല്ലാത്തവർ അനാചാരങ്ങളും ഒന്നും നിർത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ തെളിവോടെ കൂടെ കാണാം, ഉസ്താദ് പറയുന്നതിന് കേൾക്കാം. അതിനുശേഷം ആ ഉത്സവം 2024 നടന്ന ഉത്സവം, അതും പോലും 24 എന്ന് പറഞ്ഞാൽ ഇതേ വർഷമാണ്, ഇതിൽ നിന്ന് സംശയം വേണ്ട. അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾ കാണുക സഹോദരന്മാരെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ് ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം. കുറെ വേണ്ടാത്ത മുട്ടും, ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാഹ് മാറ്റിച്ചു. പല സ്ഥലങ്ങളിലും
നടത്തുന്ന